മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം എസ്.യു.ടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തിയിരുന്നു. വൈകിട്ടോടെ അദ്ദേഹം മരണത്തിന് കീഴടങ്ങി. ചെങ്കൊടി പാറിക്കാൻ ഉയിരേകിയ വിപ്ലവ സൂര്യന് മെട്രോ 7 ന്യൂസിന്റെ പ്രണാമം. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും CPM സ്ഥാപക നേതാക്കളിലൊരാളുമായ വി.എസ്. അച്യുതാനന്ദൻ ഓർമ്മയായി. ഏറെക്കാലമായി രോഗബാധിതനായി വിശ്രമത്തിലായിരുന്ന വി.എസിന് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ജൂൺ 23-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനും അച്യുതാനന്ദനെ കാണാൻ അദ്ദേഹം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന SUT ആശുപത്രിയിലെത്തിയിരുന്നു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മുതിർന്ന CPM നേതാവ് S. രാമചന്ദ്രൻ പിള്ള, M.V. ജയരാജൻ, വീണ ജോർജ്, V.M. സുധീരൻ എന്നിവരും ആശുപത്രിയിലെത്തിയിരുന്നു. രക്തസമ്മർദ്ദ നിലയിൽ വ്യതിയാനം സംഭവിച്ചതോടെ അദ്ദേഹത്തിന്റെ നില ഗുരുതരമാവുകയും വൈകിട്ടോടെ വിടവാങ്ങുകയുമായിരുന്നു. 2006 മുതൽ 2011 വരെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ. 2016-ൽ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി. 1923-ൽ പുന്നപ്രയിൽ വേലിക്കകത്ത് വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായിട്ടായിരുന്നു ജനനം. 1940 മുതൽ ഇടതു പ്രസ്ഥാനത്തിന്റെ സഹയാത്രികനാണ്. ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി, CPI ദേശീയ സമിതി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1964-ൽ പാർട്ടി പിളർന്നതോടെ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി. 1985 മുതൽ 2009 വരെ CPM പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. 3 തവണ സംസ്ഥാന സെക്രട്ടറിയും 2 തവണ പ്രതിപക്ഷ നേതാവുമായി. 1965-ൽ അമ്പലപ്പുഴയിലാണ് നിയമസഭയിലേക്കുള്ള കന്നി മത്സരം. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട അച്യുതാനന്ദൻ 1967-ലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ആദ്യമായി നിയമസഭയിലെത്തി. 1970-ലും വി.എസ്. വിജയിച്ചു. 1977-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയ വി.എസ്. 1991-ൽ വിജയിച്ചു. 1966-ലെ തിരഞ്ഞെടുപ്പിൽ വീണ്ടും പരാജയപ്പെട്ടു. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് ഹെഡ് നഴ്സ് വസുമതിയാണ് അച്യുതാനന്ദന്റെ ഭാര്യ. ഡോക്ടർ V.V. ആശ, ഡോക്ടർ V.A. അരുൺകുമാർ എന്നിവരാണ് മക്കൾ. AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഉടൻ തന്നെ വി.എസിന്റെ മൃതദേഹം കൊണ്ടുപോകും. തിങ്കളാഴ്ച രാത്രി അവിടെ പൊതുദർശനമുണ്ടാകും. രാത്രിയോടെ വീട്ടിലെത്തിക്കുന്ന മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. ഉച്ചയ്ക്ക് ദേശീയപാത വഴി ആലപ്പുഴയിലേക്ക് മൃതദേഹം കൊണ്ടുപോകും. രാത്രിയോടെ ആലപ്പുഴയിലെ വീട്ടിലെത്തിക്കും. ബുധനാഴ്ച രാവിലെ ആലപ്പുഴ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കുന്ന മൃതദേഹം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ സംസ്കരിക്കും. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.